പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവും സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടി.പി. പ്രഭാകരൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പും 7-ന് ശനിയാഴ്ച. This news is brought to you by അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. ചെറുപുഴ JUP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവും സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടി.പി. പ്രഭാകരൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പും 7-ന് ശനിയാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 5-ന് നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിക്കും. കേരള ഹൈക്കോടതി ജഡ്ജി P.V. കുഞ്ഞികൃഷ്ണൻ പ്ലാറ്റിനം ബീഡ്സ് ഉദ്ഘാടനം ചെയ്യും. സ്റ്റാഫ് സെക്രട്ടറി റോബിൻ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി സുവനീർ പ്രകാശനം ചെയ്യും. അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന വേളയിലേക്ക് കടക്കുകയാണ്. 1950 ആരംഭിച്ച ഈ വിദ്യാലയം 70 കുട്ടികളും അതുപോലെ 3 അധ്യാപകരുമായി തുടങ്ങിയതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ക്രമാതീതമായിട്ടുള്ളതിൻ്റെ വളർച്ച ഇന്ന് 2025 അക്കാഡമിക് ഇയറിൽ 1324 വിദ്യാർത്ഥികളും 44 അധ്യാപകരും അടങ്ങുന്ന ഒരു വിദ്യാലയമായിട്ട് വളർന്നിരിക്കുകയാണ്. അങ്ങനെ 50 വർഷം പിന്നിട്ടിരിക്കുന്ന 75 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടത്തുക എന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും നാട്ടുകാരുടെയും അതുപോലെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം 2025 മാർച്ച് 7-ാം തീയതി മാർച്ച് 7-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാന്യനായ പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ഇങ്ങോട്ട് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വം നടന്നത്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ട് തന്നെ കുട്ടികളുടെയും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ ഊട്ടിവളർത്തുന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഓരോ മാസവും കൃത്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണ്. അങ്ങനെ ആ പരിപാടികളുടെയൊക്കെ പരിസമാപ്തി കുറിച്ച് ഇന്ന് ഈ വരുന്ന മാർച്ച് ഹൈക്കോടതി ജഡ്ജി P.V. കുഞ്ഞികൃഷ്ണൻ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ മുഖ്യാതിഥിയായിട്ട് നമുക്ക് എത്തുന്നത് P.P. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. രണ്ടുപേരും കുഞ്ഞികൃഷ്ണന്മാരാണ്. രണ്ടുപേരും ജഡ്ജിമാരാണ്. ഒരാൾ ഔദ്യോഗിക ജീവിതത്തിൽ ശരിയായ ജഡ്ജിയും ഒരാൾ സിനിമയിലെ പ്രശസ്തരായ ജഡ്ജിയുമാണ്. രണ്ടുപേരും ഒരേ പേരാണ്. ഏതായാലും അങ്ങനെ ഒരു സാവും ആൾക്കാരാണ്. അതുപോലെ യാത്രയപ്പം ഇതോടനുബന്ധിച്ച് നമ്മുടെ ഈ വർഷം സർവീസിൽ നിന്ന് 27 വർഷത്തെ സർവീസിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഭാകരൻ മാസ്റ്ററുടെ യാത്രയപ്പം ഇതോടൊപ്പം നടക്കുകയാണ്. നമ്മൾ ഈ 1 വർഷം നീണ്ടുന്ന പരിപാടികൾ വ്യത്യസ്തങ്ങളായ അനവധി പ്രോഗ്രാമുകൾ ഏതായാലും ഒരു മാസം ഒന്നൊന്ന രീതിയിൽ ചില മാസങ്ങളിൽ 2-3 പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ PTA അംഗങ്ങളും അതുപോലെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ ഇവിടുത്തെ സാമൂഹ്യ പ്രസക്തരായ ആൾക്കാരും പഞ്ചായത്തിൻ്റെ സഹകരണം അതുപോലെ മറ്റ് രംഗങ്ങളിലൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ സംയുക്തമായിട്ട് എല്ലാവരും കൂടെ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചെറുപുഴയുടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഈ 1 വർഷക്കാലം നമുക്ക് സാധിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടികളൊക്കെ നമുക്ക് ഈ സമാപനം. പ്ലാറ്റിനം ജൂബിലി ചെയർമാൻ M. ബാലകൃഷ്ണൻ, സിനിമാ താരം P.P. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പയ്യന്നൂർ AEO TV സുചിത്ര, സ്കൂൾ മാനേജർ KK വേണുഗോപാൽ, ഹെഡ് മാസ്റ്റർ PN ഉണ്ണികൃഷ്ണൻ, ജനപ്രതിനിധികളായ ലളിത ബാബു, രേഷ്മ വി രാജു, ധനകാര്യ കമ്മിറ്റി ചെയർമാൻ കുട്ടിച്ചൻ തുണ്ടിയിൽ, VC ഷാജി, കുതിരുമൽ ദാമോദരൻ, ജോയ്സി ഷാജി, മാത്യു ജോൺ, ജമുന രഞ്ജിത്ത്, P. ലീന, ശിവാനി സജിത്ത്, KS ബിന്ദു എന്നിവർ പ്രസംഗിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന ടി.പി. പ്രഭാകരൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ M. ബാലകൃഷ്ണൻ, രക്ഷാധികാരി KK വേണുഗോപാൽ, ഹെഡ് മാസ്റ്റർ PN ഉണ്ണികൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VC ഷാജി, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കുതിരുമൽ ദാമോദരൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കുട്ടിച്ചൻ തുണ്ടിയിൽ, PTA പ്രസിഡന്റ് മാത്യു ജോൺ, സ്റ്റാഫ് സെക്രട്ടറി റോബിൻ വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ K. സതീഷ്, സീനിയർ അസിസ്റ്റന്റ് P. ലീന, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KS ബിന്ദു എന്നിവർ പങ്കെടുത്തു. ലഭിച്ചു തന്നെ നമ്മുടെ പ്രവർത്തന ഭാഗമായിട്ടാണ് അങ്ങനെ ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത്. ഈ നാടിൻ്റെ അഭിമാന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ അർത്ഥത്തിലും ഇത് ജനപങ്കാളിത്തം അനിവാര്യമായ ഘടകമാണ്. ആവശ്യപ്പെട്ട ഇന്നുകൊണ്ട് ഈ മാർച്ച് 7-ന് നടക്കുന്ന ഈ പരിപാടി വിജയമാക്കാൻ തീർക്കാൻ ഒരാളുടെ സഹകരണം ഉണ്ടാവണം. എന്തെങ്കിലും ഒരു കാര്യത്തിന് എൻ്റെ കലോത്സവമായിക്കോട്ടെ മറ്റ് പ്രവൃത്തി പരിചയമാളായിക്കോട്ടെ എന്ത് വിഷയങ്ങൾക്കും
ആദ്യമേ 10-25 കൊല്ലം നമുക്ക് PTA-യിൽ നിന്നും പിരിഞ്ഞു പോയ ആളുകളെയൊക്കെ ഇവിടെയുള്ള അധ്യാപകർ ക്ഷണിക്കാറുണ്ട്, മാനേജ്മെൻറ്റ് ക്ഷണിക്കാറുണ്ട്. കാരണം ഒരു ബന്ധം ഈ നാടും ഈ പരിസരവും ഒക്കെ ആയി തന്നെ JHUP സ്കൂളിലുണ്ട്. കാരണം ഞങ്ങളൊക്കെ വളരെയധികം കാലം 7 വർഷം PTA-യിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. എൻ്റെ പ്രസിഡൻ്റായി തന്നെ, അതുപോലെ എൻ്റെ പ്രവർത്തകരായി തന്നെ പല മേഖലയും പ്രവർത്തിക്കാൻ അവസരം കിട്ടി. എന്താണെന്ന് വെച്ചാൽ ബഹുമാന്യനായ ഏർപ്പെട്ടു പോയ കുഞ്ഞീഷ്ണനാരുടെ ആ സ്നേഹബന്ധത്തിലുള്ള ഒരു ഇടപെടലുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകരായ ആളുകൾ, പിരിഞ്ഞു പോയ കുറേ അധ്യാപകരുണ്ട്. ആ ആളുകളൊക്കെ തന്നെ വളരെ സ്നേഹത്തോടുള്ള ഇടപെടൽ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോയ ഒരു സരസ്വതി ക്ഷേത്രമാണ് ഈ JHUP സ്കൂൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ സ്കൂളിനെ സ്നേഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തന ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ് ഈ 75ാം ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ സ്കൂളിലെ അധ്യാപക കൂട്ടായ്മയാണ്. ഭക്ഷണം അന്നത്തെ ദിവസം തയ്യാറാക്കിയത് മുസ്ലിം കുട്ടിക്ക് നോമ്പ് തുറക്കേണ്ട സമയത്ത് അവർ നോമ്പ് കുടിക്കാനുള്ള സൗകര്യം വരെ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നത്. അത് ഒരു 8 മണി വരെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അഭിപ്രായമായിരിക്കും. വിവിധ മേഖലകളിൽ ഈ സ്കൂളിൽ ഒത്തിരി പരിപാടികൾ നടന്നു. PTA-യുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ സഹകരണത്തോടെ എല്ലാ PTA അംഗങ്ങളുടെയും ഇവിടെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിവിധ കമ്മിറ്റികളോടും കൂടി സഹകരിച്ച് അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് PTA കമ്മിറ്റിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. അതിന് പൂർണ്ണമായും എല്ലാ PTA അംഗങ്ങളും നീണ്ട വർഷങ്ങളുടെ സർവീസിന് ശേഷം വിരമിക്കുന്ന പ്രഭാകരൻ മാസ്റ്റർക്കുള്ള TP പ്രഭാകരൻ മാസ്റ്റർക്കുള്ള യാത്രയെത്തു കൂടി അന്നത്തെ യോഗത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ, പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്കുള്ള പ്രൊഫിഷ്യൻസി അവാർഡ് വിതരണം കൂടി അന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ കുട്ടികളുടെയും കലാപരിപാടികളും കൂടി അന്നത്തെ ദിവസം വളരെ മനോഹരമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റിയോടൊപ്പം JHUP സ്കൂളിലെ അധ്യാപകരും PTA-യും മാനേജ്മെൻറ്റും ചേർന്ന് വളരെ നല്ല രീതിയിലുള്ള വർണ്ണാഭമായ പരിപാടികളാണ് അന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാനും മാധ്യമപ്രവർത്തകർക്ക് എന്നും നമ്മുടെ കൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും വളരെ സ്നേഹത്തോടെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.